ഞാൻ ചോദിക്കട്ടെ, CPM മാത്രം പൊള്ളാൻ മാത്രം ഇതിൽ എന്താ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ പലരും ബഹുഭാരിത്വം സ്വീകരിച്ചവരാണ്. വിവാഹം ചെയ്യാതെ തന്നെ മറ്റു സഹോദരിമാരുടെ സമ്മതത്തോടുകൂടി അവരുമായി ജീവിതം പങ്കിട്ടവരാണ്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെ പോലെ തോന്നുമോ എന്ന ജാള്യതയിൽ നിന്നുകൊണ്ടാണോ CPM ഈ വിരൽ പിടിക്കൽ? പന്നൂരിന്ന് പറിച്ചു നട്ടവരായാലും എവിടെ നിന്ന് കൊണ്ട് കെട്ടിയിറക്കിയവരായാലും അല്പമെങ്കിലും ബുദ്ധി വേണം. AKG സെന്ററിൽ പണയം വെച്ചാൽ നടക്കില്ല. മാന്യമായിരുന്നു കൊണ്ട് നിങ്ങൾ ദേശാഭിമാനിയെങ്കിലും വായിച്ചാൽ ഈ വിവരക്കേട് വ്യക്തമാക്കാൻ സാധിക്കും. മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഒരു പണ്ഡിതനെ തെറിയഭിഷേകം ചെയ്ത പ്രകടനവും അതോടനുബന്ധിച്ച് നടന്നൊരു പൊതുയോഗവും കേരളത്തിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനർ ഏന്തിക്കൊണ്ട് ഇവിടെ നടക്കുകയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അതിനോട് പ്രതിഷേധിക്കുകയും പണ്ഡിതന്മാർക്ക് വേണ്ടി സംരക്ഷണത്തിന്റെ വലയം തീർക്കാൻ വേണ്ടി SMF എന്നും ഒരുക്കമാണ് എന്ന് അറിയിക്കുന്നതിനും കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ പ്രതിഷേധ സംഗമം സുന്നി മാലി ഫെഡറേഷൻ ഇവിടെ സംഘടിപ്പിച്ചത്. പണ്ഡിതനെ വിമർശിക്കരുത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പണ്ഡിതന്മാർ, പ്രവാചകന്മാർ പോലും വിമർശനത്തിന് വിധേയമാവാം. പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ, സോഷ്യൽ ഇടങ്ങളിൽ നിലകൊള്ളുന്നവർ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാണ്. പ്രവാചകനെ മുഴുവനും വിശ്വാസികൾ വിമർശിക്കാൻ പാടില്ല എങ്കിലും ലോകത്താരും പ്രവാചകനെ വിമർശിക്കരുത് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. വിമർശനത്തിന് വിധേയമാണ് ഖുർആൻ പോലും. അതുകൊണ്ട് തന്നെ നബിയെ വിമർശിക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പോറ്റുമുട്ടം നടത്താൻ പാടില്ല, അത് ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ പാടില്ല എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. അത് പറയാം. പക്ഷേ നദ്വി ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പണ്ഡിതനെ ആക്ഷേപിക്കുന്നതിനപ്പുറത്ത് തെറിയഭിഷേകം ചെയ്തുകൊണ്ടുള്ള പരാമർശം നടത്താൻ മാന്യതയുടെ മലയാള പദങ്ങളുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് തെറിയഭിഷേകം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന CPMന്റെ നിലപാടിൽ ശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു, പ്രതിഷേധിക്കുന്നു. നദ്വിയെ തെറി അഭിഷേകം ചെയ്ത സഖാക്കളോട് സൂചിപ്പിക്കുന്നു, നിങ്ങൾ നദ്വി ആരാണെന്ന് ആദ്യം പഠിക്കണം. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ സംബന്ധിച്ചുകൊണ്ട് അളക്കാനുള്ള അളവുകോല് CPMന്റെ കയ്യിൽ ഇന്നില്ല. അറിവിന്റെ കൊടുമുടി തൊട്ടറിഞ്ഞ ഒരു പണ്ഡിതനാണ് പ്രിയപ്പെട്ട നദ്വി. വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതിയ പണ്ഡിതൻ. വിശുദ്ധമായ ഇമാം ബുഖാരി തങ്ങളുടെ അദബ് മുഫ്രദ് കിതാബ് പരിഭാഷപ്പെടുത്തിയ പണ്ഡിതൻ. ബഹുഭാരിത്വത്തെ ആക്ഷേപിക്കുന്നവരുണ്ട്. ആക്ഷേപിക്കുന്നവരിൽ പലരും, ആ കൂട്ടത്തിൽ ജനപ്രതിനിധികളുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, ആ കൂട്ടത്തിൽ പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. എല്ലാവരെ സംബന്ധിച്ചുകൊണ്ടും അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ മനുഷ്യകുലത്തെ സംബന്ധിച്ചുകൊണ്ട് പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒരു MP-യെയോ MP-മാരെയോ മാത്രമല്ല, ഏതെങ്കിലും ഒരു MLA-യെയോ MLA-മാരെയോ മാത്രമല്ല, മന്ത്രിയെയോ മന്ത്രിമാരെ മാത്രമല്ല, മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹം, MP-മാരും MLA-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികളും ഉൾപ്പെടെ മതേതര നേതാക്കന്മാരും സെക്യുലറിസത്തിന് അപ്പുറത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിൽ പലരും പ്രവാചകന്റെ ബഹുഭാരിത്വത്തെ ആക്ഷേപിക്കുന്നവരാണെങ്കിൽ ആ ആക്ഷേപിക്കുന്ന പലരുടെയും ജീവിതത്തേക്ക് നമ്മൾ കടന്നു ചെന്നാൽ കാണാൻ സാധിക്കുന്നത് അവർ ബഹുഭാരിത്വം സ്വീകരിച്ചവരാണ്. അവർ ബഹുഭാരിത്വം സ്വീകരിച്ചവരാണ്. എന്നാൽ ബഹുഭാരിത്വം സ്വീകരിക്കുക മാത്രമല്ല, ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുന്നതിന്റെ പുറമെ മറ്റു കാമുകിമാരെ പോലെ അഡ്ജസ്റ്റ്മെന്റുകളെ വെച്ചുകൊണ്ട് ജീവിതം പങ്കിടുന്നവരാണ് എന്ന ഒരു യാഥാർത്ഥ്യമായ സത്യം നമുക്കറിയാവുന്നതാണ്. ആർക്കറിഞ്ഞുകൂടാത്തത്? ആ സംഭവത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, അത്തരം ആളുകളാണ് പ്രവാചകന്റെ ബഹുഭാരിത്വത്തെ എതിർക്കാൻ വരുന്നത്. അത് ശരിയല്ല എന്നാണ്. എന്താണ് ഇതിൽ തെറ്റ്? ആളുകളെ പറയുന്നത്, കുപ്രചരണം നടത്തിക്കൊണ്ട് ചിലർ വിശകലനം നടത്തുന്നത്, CPMന്റെ വേദിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്, ഏതോ കടമെടുത്തുകൊണ്ട് വന്ന ചില പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് തെറിയഭിഷേകം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത്, എല്ലാ പ്രതിനിധികളെയും എല്ലാ ജനപ്രതിനിധികളെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, CPMന് മാത്രം പൊള്ളാൻ മാത്രം ഇതിൽ എന്താ ഉള്ളത്? ജനപ്രതിനിധികളെ മുഴുവനുമാണ് ആക്ഷേപിച്ചതെങ്കിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും ജനപ്രതിനിധികൾ നമ്മുടെ രാജ്യത്തില്ലേ? അവരാരെങ്കിലും പ്രകടനം നടത്താൻ വേണ്ടി വന്നോ?
അവർക്കറിയാം പ്രവാചകന്റെ ബഹുഭാരിത്വത്തെ ആക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചുകൊണ്ട് മാത്രമേ നദിയുടെ പരാമർശം ഭാഗമാകുന്നുള്ളൂ. പ്രവാചകന്റെ ബഹുഭാരിത്വത്തെ ആക്ഷേപിക്കാത്ത ഒരു ജനപ്രതിനിധിക്കും നദിയുടെ വിമർശനം ബാധകമല്ല എന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിനറിയാം, കേരളത്തിലെ കോൺഗ്രസിനറിയാം, മറ്റു പാർട്ടികൾക്കറിയാം. എന്റെ CPM മാത്രം അറിയാതെ പോയത്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെ പോലെ തോന്നുമോ എന്ന ജാള്യതയിൽ നിന്നുകൊണ്ടാണോ CPM ഈ വിരൽ പിടിക്കൽ? അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ബഹുഭാരിത്വം സ്വീകരിച്ചത് എന്ന് പറഞ്ഞപ്പോ മുസ്ലിമീങ്ങൾ ബഹുഭാരിത്വം അനിവാര്യമായ ഘട്ടത്തിൽ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ, ആകാമെന്ന് പറയുമ്പോൾ, എന്നാൽ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ഒരുപാട് ആളുകൾ ബഹുഭാരിത്വം സ്വീകരിച്ചവരാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മഹാനായ കമ്മ്യൂണിസത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാറൽ മാർക്സ് ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് ഹെനനയെ സ്വീകരിച്ചു, ജെന്നിയെ സ്വീകരിച്ചു. 2 സഹോദരിമാർ ഉണ്ടായിരുന്നല്ലോ. മാർക്സിനെ പോലെ തന്നെ മാവോസോഡിങ്ങിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ വിശകലനങ്ങളുണ്ടല്ലോ. ബ്രഷ്നേവ് മരണപ്പെട്ട സന്ദർഭത്തിൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ തരുണീ മണികൾ സഖാവിന്റെ ഒരു ദൗർബല്യമായിരുന്നു എന്നായിരുന്നല്ലോ എഴുതിയത്. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ പലരും ബഹുഭാരിത്വം സ്വീകരിച്ചവരാണ്. അവരിൽ പലരും ഏകപത്നി വ്രതം പറയുമ്പോഴും വിവാഹം ചെയ്യാതെ തന്നെ മറ്റു സഹോദരിമാരുടെ സമ്മതത്തോടുകൂടി അവരുമായി ജീവിതം പങ്കിട്ടവരാണ്. ഇസ്ലാം അത് വിലക്കുന്നു എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ തത്വശാസ്ത്ര പ്രകാരം അത് വിലക്കപ്പെടുന്നതല്ല എന്നതുകൊണ്ട് വിമർശിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ നേരെ ആക്ഷേപിക്കാനും തയ്യാറല്ല. അത് അവർക്ക് സ്വാധീകരിക്കാം, അത് അവർക്ക് ന്യായീകരിക്കാം, മാന്യമായിരിക്കാം. ചെയ്തിട്ടില്ലേ? വിവരക്കേട് സംഭവിച്ചതാ. വിവരക്കേട് ഒരു തെറ്റായി ഞങ്ങൾ തോന്നുന്നില്ല. പക്ഷേ വിവരക്കേടിനെ ചട്ടുകമായി കൊണ്ട് പണ്ഡിതന്മാർക്ക് നേരെ അസഭ്യം പറയാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തൽക്കാലം സുന്നി പടയണിക്ക് മനസ്സില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പന്നൂരിന്ന് പറിച്ചു നട്ടവരായാലും എവിടെ നിന്ന് കൊണ്ട് കെട്ടിയിറക്കിയവരായാലും അല്പമെങ്കിലും ബുദ്ധി വേണം. AKG സെന്ററിൽ പണയം വെച്ചാൽ നടക്കില്ല. മാന്യമായിരുന്നു കൊണ്ട് നിങ്ങൾ ദേശാഭിമാനിയെങ്കിലും വായിച്ചാൽ ഈ വിവരക്കേട് വ്യക്തമായി സാധിക്കും. അതുകൊണ്ട് മാന്യമായി വിമർശിക്കണം. ആരോടുമുള്ള എതിർപ്പിന്റെ പേരിലല്ല, ഒരു പാർട്ടിയോടുമുള്ള വിയോജിപ്പിന്റെ പേരിലല്ല. മാന്യമായി പറയാൻ, മതം പറയാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ മുട്ടുമടക്കി തരാൻ തൽക്കാലം മനസ്സില്ല എന്ന് ചങ്കുറപ്പോടെ നട്ടൽ നിവർത്തി പറയാൻ വേണ്ടിയാണ് ഈ പ്രതിഷേധം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്.